Let's welcome the one and only Santosh George Kulangara. പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കളത്തുങ്കൽ MLA, പ്രിയപ്പെട്ട TK ജോസ് സാർ, ഇവിടെയുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഇവിടെ ഏതൊക്കെയോ നല്ല കാര്യങ്ങൾ എന്നെക്കുറിച്ച് പറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം സ്റ്റേജിൽ ഇരുന്നപ്പോൾ അത് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ ഫീഡ്ബാക്ക് തരുന്ന സ്പീക്കർ സിസ്റ്റം ഒന്ന് ശരിയാക്കിയാൽ നന്നായിരിക്കും. അത് കേൾക്കാൻ പറ്റാത്തത് കൊണ്ടാണ് TK ജോസ് സാർ ഇപ്പോൾ താഴേക്ക് ഇറങ്ങിയിരുന്നത്. അപ്പോൾ എന്നെക്കുറിച്ച് പറഞ്ഞ നല്ല കാര്യങ്ങളൊക്കെ എന്താണെന്ന് ഞാൻ താഴേക്ക് വരുമ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞു തന്നാൽ മതി. അതൊക്കെ സത്യമാണോ എന്നും ഒന്ന് നോക്കുന്നത് നല്ലതാണ്. നമ്മൾ ഈ ദിവസങ്ങൾ, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം, എനിക്ക് തോന്നുന്നു ഈ പ്രദേശത്തിൻ്റെ ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാനിപ്പോൾ കുറച്ച് മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട MLA ആയിട്ട് സംസാരിച്ചപ്പോൾ വലിയ ഒരു സംരംഭക സാധ്യത ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നു. നിരവധി കോടിക്കണക്കിന് രൂപയ്ക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള പ്രപ്പോസൽസ് വന്നിരിക്കുന്നു. നിരവധി മേഖലകളിൽ അഗ്രോ പ്രൊഡക്ഷൻ, വാല്യൂ അഡീഷൻ, ടൂറിസം, വ്യത്യസ്തമായ മേഖലകളിൽ ആയിരക്കണക്കിന് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ പ്രദേശത്തേക്ക് വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അത്ഭുതത്തോടെ തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്. ഈ സാധ്യതകളെല്ലാം ഇവിടെ പണ്ടും ഉണ്ടായിരുന്നു എന്ന് തന്നെയല്ലേ? കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇതിവിടെ ഉണ്ടായിരുന്നു എന്ന് തന്നെയല്ലേ? ആ സാധ്യതകൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നടപ്പായിരുന്നെങ്കിൽ നമ്മളുടെ ഈ പ്രദേശത്ത് നിന്ന് വിദേശ നാടുകളിലേക്ക് തൊഴിൽ തേടി ഒഴുകുന്ന ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ ഈ നാട്ടിൽ പിടിച്ചു നിർത്താനും നമ്മുടെ കുടുംബാംഗങ്ങളെ അന്യനാടുകളിൽ തൊഴിൽ തേടി പോകുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിനും അഭിമാനത്തോടെ സ്വന്തം നാട്ടിൽ ജീവിതോപാധി നേടി അഭിമാനമുള്ള ചെറുപ്പക്കാരായി വരും തലമുറകൾക്ക് കൂടി പ്രചോദനം നൽകുന്ന ആളുകളായി ഇവിടെ ഉണ്ടാകുമായിരുന്നു എന്നല്ലേ? ഏതായാലും കുറച്ച് വൈകിട്ടാണെങ്കിലും നമ്മൾ ഇത്തരം ഒരു സംരംഭത്തിലേക്ക് കടന്നതിൽ ഞാൻ ബഹുമാനപ്പെട്ട MLAയും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ആളുകളെയും അഭിനന്ദിക്കുകയാണ്. ഇതൊരു ചെറിയ കാര്യമല്ല. ഇതൊരു ചെറിയ കാര്യമല്ല എന്ന് വരാനിരിക്കുന്ന നാളുകൾ തെളിയിക്കും, ഒരു സംശയവും വേണ്ട. കാരണം കേരളത്തിൽ, പ്രത്യേകിച്ചും മധ്യ തിരുവിതാംകൂറിലെ ഈ പ്രദേശങ്ങളിൽ സംരംഭകത്വവും ആത്മവിശ്വാസവും സാഹസികതയും ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യരാണ്. അവർക്ക് ചില കാലഘട്ടങ്ങളിൽ ഒരു പതർച്ചയുണ്ടാവും, ഒരു ചെറിയ തളർച്ചയുണ്ടാവും, ചിലപ്പോൾ ലക്ഷ്യബോധം അല്പം ഡൈവേറ്റഡായി പോവും. പക്ഷേ നമ്മുടെ സാഹസിക പാരമ്പര്യം എടുത്ത് നോക്കിയാൽ അറിയാം, ഏത് കാലഘട്ടത്തിലും അസാധ്യമെന്ന് കരുതിയിരുന്ന പ്രദേശങ്ങളിലേക്ക്, നാടുകളിലേക്ക് കടന്നു ചെന്ന് സാഹസികമായി പ്രവർത്തിച്ച് ലക്ഷ്യങ്ങൾ നേടിയ ഒരു പാരമ്പര്യത്തിൻ്റെ പിന്മുറക്കാരാണ് നമ്മൾ. അതുകൊണ്ട് ഒരു സംശയവും വേണ്ട, ഇപ്പോൾ ഇവിടെ ആരംഭിച്ചിരിക്കുന്ന ഈ ഒരു മുന്നേറ്റം, ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡ്രൈവ് ഒരു വിജയത്തിലെത്തിച്ചേരുക തന്നെ ചെയ്യും. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഒരു പ്രധാന മേഖലയെക്കുറിച്ചാണ്, ടൂറിസം. നിങ്ങൾക്കറിയാം, ഈ പ്രദേശം കേരളത്തിലെ മറ്റേത് മേഖലയേക്കാൾ കൂടുതൽ ടൂറിസം സാധ്യതയുള്ള ഒരു പ്രദേശമാണ്. അത് ഞാൻ നിങ്ങളോട് പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഈ പ്രദേശത്തിൻ്റെ ഒരു ഭൂപ്രകൃതി, ഈ പ്രദേശത്തിൻ്റെ അതിരിടുന്ന സഹ്യപർവ്വത മലനിരകൾ, മധ്യമേ കേരളത്തിൻ്റെ ഇടനാട് എന്ന് പറയുന്ന പ്രദേശം, സ്പൈസസിൻ്റെ, റബ്ബറിൻ്റെ ഒക്കെ ഒരു മേഖല. റബ്ബറിൻ്റെ ഒരു മേഖല എങ്ങനെയാണ് ടൂറിസത്തിന് സാധ്യതയുള്ളതാകുന്നത് എന്ന് നിങ്ങളിൽ പലർക്കും സംശയം ഉണ്ടായേക്കാം. പർവ്വതങ്ങൾ, നദികൾ, ജലാശയങ്ങൾ, കായലുകൾ, കടൽത്തീരങ്ങൾ, ഇതൊക്കെയല്ലേ സാധാരണ ടൂറിസത്തിൻ്റെ കേന്ദ്രങ്ങളായിട്ട് വളരുക. എങ്ങനെയാണ് സ്പൈസസിൻ്റെ, കാർഷിക മേഖലയുടെ ഒരു പ്രദേശം ടൂറിസത്തിൻ്റെ കേന്ദ്രമായി മാറുന്നത്? നിങ്ങൾക്ക് അത്ഭുതം തോന്നിയേക്കാം. ഞാൻ നിരവധി ലോകരാജ്യങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ സഞ്ചാരം എന്നൊരു ടെലിവിഷൻ പരിപാടി സൃഷ്ടിക്കുക മാത്രമല്ല എൻ്റെ യാത്രയുടെ ലക്ഷ്യം. ആ നാടുകൾ ടൂറിസം പോലുള്ള വ്യത്യസ്തമായ മേഖലകളിൽ ഇന്നവേറ്റീവായ പുതുമയുള്ള എന്തൊക്കെ സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് പഠിക്കുക കൂടി ഞാൻ ചെയ്യാറുണ്ട്. ഞാനൊരിക്കൽ തായ്ലൻഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ഓരോ ദിവസവും ഞാൻ ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ടൂറുകൾ തിരഞ്ഞെടുക്കും, യാത്രകൾ പ്ലാൻ ചെയ്യും. ഇപ്പോൾ ഫുക്കറ്റ് എന്ന് പറയുന്ന ഒരു പട്ടണത്തിലാണ് താമസിക്കുന്നതെങ്കിൽ ഫുക്കറ്റിലെ കാഴ്ചകളിലേക്കൊക്കെ പോവുക വൈകുന്നേരമായിരിക്കും.
പകൽ സമയത്ത് ഫുക്കറ്റിൽ നിന്നും വളരെ അകലെയുള്ള മറ്റു ചില ഗ്രാമങ്ങളിലേക്ക്, ഉൾനാടിൻ അത്ഭുതങ്ങളിലേക്ക്, മലമ്പ്രദേശങ്ങളിലേക്ക്, ആദിവാസികൾ താമസിക്കുന്ന ഗോത്രഗ്രാമങ്ങളിലേക്കൊക്കെ സഞ്ചരിക്കും. ഒരു ദിവസം അങ്ങനെ ഒന്നും പോകാനില്ലാതെ വന്നപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ ഒരു ടൂർ ബുക്ക് ചെയ്തു. വില്ലേജ് ടൂർ എന്നാണ് അതിൻ്റെ പേര്. ഗ്രാമങ്ങളിലെ ജീവിതം കാണിച്ചു തരുന്ന ഒരു ടൂറ്. അതിന് $100. പുലർച്ചെ ഒരു 5 മണിയാകുമ്പോൾ, 4:30-5 മണിയാകുമ്പോൾ ഞാൻ താമസിക്കുന്ന ഹോട്ടലിലേക്ക് ഒരു ബസ് വരും. കാത്തിരുന്നാൽ മതി. ആ ബസ്സിൽ കയറ്റി കൊണ്ടുപോകും. വൈകിട്ട് തിരിച്ചിവിടെ എത്തിക്കും. ഈ ടൂറിന് ഞാൻ ബുക്ക് ചെയ്തു. $100 കൊടുത്തു. രാവിലെ കാത്തിരുന്നു. ബസ് വന്നു. അതിൽ കയറുമ്പോൾ ഞാൻ മാത്രമാണ് ഒരു ഇന്ത്യക്കാരൻ. ബാക്കി മുഴുവൻ പാശ്ചാത്യരായ ടൂറിസ്റ്റുകളാണ്. ഞങ്ങൾ കുറേ ദൂരം യാത്ര ചെയ്തു. ഇരുട്ടാണ്, നല്ല ഇരുട്ടുള്ള സമയമാണ്. നേരം വെളുത്തിട്ടില്ല. ഓടി ഓടി ഒരു വനപ്രദേശത്തേക്ക് എത്തുന്നു. ഒരിടത്ത് ബസ് കൊണ്ടുപോയി നിർത്തുന്നു. ബസ്സിലൊരു ഗൈഡുണ്ട്. ഗൈഡ് പറഞ്ഞു, എല്ലാവർക്കും ഇവിടെ ഇറങ്ങാൻ, നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പിലെത്തിയിരിക്കുന്നു, ആദ്യത്തെ കാഴ്ചയിലെത്തിയിരിക്കുന്നു. അപ്പോൾ ഈ ഇരിക്കുന്ന സായിപ്പുമാർക്കും എനിക്ക് സംശയമായി, ഈ ഇരുട്ടത്ത് എന്ത് കാണാനാണ്? പരപരാ വെളുത്തു വരുന്ന ആ ഇരുട്ടിൽ ഞങ്ങൾ ഈ മരക്കൂട്ടങ്ങൾക്കിടയിലൂടെ നടക്കുകയാണ്. കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു സംശയം. ഈ മരക്കൂട്ടമൊക്കെ നമുക്ക് പരിചയമുള്ള ഏതോ ഒരു മരമാണല്ലോ. കുറച്ചുകൂടെ ചെന്ന് കഴിഞ്ഞപ്പോൾ 3-4 ആളുകൾ അവിടെ നിൽക്കുന്നുണ്ട്. അവരുടെ തലയിൽ ഒരു ഹെഡ്ലൈറ്റൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഗൈഡ് അവിടെ നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ ആദ്യം കാണാൻ പോകുന്നത് നിങ്ങൾ ദിവസവും നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ലോകത്തിൻ്റെ വ്യവസായ, വാണിജ്യ, ഓട്ടോമൊബൈൽ മേഖലകളിലെല്ലാം വലിയൊരു കുതിപ്പിനെ ഇടയാക്കിയ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിൻ്റെ, അത് ഗ്രാമങ്ങളിൽ എങ്ങനെ അത് ഉണ്ടാക്കുന്നു, കൃഷി ചെയ്തുണ്ടാക്കുന്നു എന്നുള്ളതിൻ്റെ കാഴ്ചയിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. ആദ്യം നമ്മൾ കാണുന്നത് നിങ്ങൾക്കൊക്കെ അറിയാം, ടയർ ഉൾപ്പെടെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിക്ക്, മറ്റ് വ്യവസായങ്ങൾക്കെല്ലാം അടിസ്ഥാനമാകുന്ന റബ്ബർ എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് കാണിച്ചു തരാൻ പോവാണ്. ഇയാൾ ഹെഡ്ലൈറ്റൊക്കെ ഓൺ ചെയ്ത ഒരാളുടെ കൂടെ എന്നെ വിട്ടു. അദ്ദേഹം ആദ്യം കാണിച്ചു തരുന്നത് ഒരു റബ്ബർ മരത്തെയാണ് കാണിച്ചു തരുന്നത്. ലൈറ്റൊക്കെ ഇട്ട് കാണിച്ചു തരുന്നു. ഈ റബ്ബർ മരത്തിൽ എങ്ങനെയാണ് ടാപ്പ് ചെയ്യുന്നത്, തൊലി ചെത്തിയാൽ എങ്ങനെ റബ്ബർ പാൽ വരുമെന്ന് കാണിച്ചു തരുന്നു. അയാൾ ഒരു കത്തിയെടുത്ത് പയ്യെ ടാപ്പ് ചെയ്യുന്നു. റബ്ബർ പാൽ ഇങ്ങനെ ഇറ്റിറ്റ് വന്ന് ഒരു ചിരട്ടയിലേക്ക് വീഴുന്നു. സായിപ്പുമാർ ഇത് കണ്ടിട്ട് വാവ്, വണ്ടർഫുൾ എന്ന് പറയുന്നു. വീണ്ടും ആ വേറൊരിടത്ത് നേരത്തെ തന്നെ ടാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ഒരു പാത്രത്തിലേക്ക് റബ്ബർ പാൽ ഒഴിക്കുന്നു. ഇങ്ങനെ റബ്ബർ ടാപ്പ് ചെയ്യുന്ന കുറേ കാഴ്ചകൾ കാണിക്കുന്നു. അതിനുശേഷം ഈ ഓരോ സായിപ്പുമാരുടെയും കയ്യിലേക്ക് ഓരോ കത്തി എടുത്തു കൊടുക്കുന്നു. നിങ്ങൾ ടാപ്പ് ചെയ്യാൻ പറയുന്നു. ആദ്യം അവർ ചെത്തുന്നത് മാറിപ്പോകുന്നു. പിന്നെ സായിപ്പ് ചെത്തിയത് ശരിയാവാത്തത് മദാമ്മ കത്തി മേടിച്ച് വീണ്ടും വൃത്തിയായിട്ട് ചെത്തിക്കൊടുക്കുന്നു. അവർക്കൊരു വലിയ ആവേശമായി മാറുന്നു. ഒരു 25 മരാന്ന് ഇന്ന് നിപ്പി സായിപ്പുമാരെല്ലാം കൂടെ ടാപ്പ് ചെയ്ത് തീരുന്നു. എല്ലാവരും കൈയടിക്കുന്നു, ആവേശമാകുന്നു. അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അവിടെ ചെല്ലുമ്പോൾ റബ്ബർ എങ്ങനെയാണ് ഉറയൊഴിക്കുന്നതെന്നാണ് കാണിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ ഈ റബ്ബർ പാലായി കിട്ടിയ സാധനമില്ലേ, ഈ ലാറ്റക്സ്, ഇതിനെ എങ്ങനെ ടയറാക്കി മാറ്റാം? അവർക്ക് അത്ഭുതം, ഇതെങ്ങനെ ടയറായി മാറും? നിങ്ങളിത് വെള്ളമായിട്ടല്ലേ കിടക്കുന്നേ, കാണിച്ചു തരാം. കൊണ്ടുപോകുന്നു. റബ്ബർ അരിക്കുന്നു, ആസിഡ് ഒഴിക്കുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ പല സ്റ്റേജിലായത് അവിടെ വെച്ചിട്ടുണ്ട്. അത് റബ്ബർ കട്ടയായത് കാണിക്കുന്നു. റബ്ബർ ഷീറ്റ് അടിക്കുന്നത് കാണിച്ചു കൊടുക്കുന്നു. റബ്ബർ ഷീറ്റ് ഉണങ്ങുന്ന പുകപ്പരയിൽ കൊണ്ടുപോകുന്നു. ഇനി നേരമൊക്കെ ആയപ്പോഴത്തേക്ക് നേരം വെളുത്ത് നന്നായിട്ട്. സായിപ്പിന് അത്ഭുതം കൊണ്ടിരിക്കാൻ വയ്യ. സായിപ്പ് പറഞ്ഞു, ഇങ്ങനെയാണല്ലേ റബ്ബർ ഉണ്ടാകുന്നത്? ഞങ്ങൾ ആരും ഇത് കണ്ടിട്ടില്ല. നിങ്ങൾക്ക് അത്ഭുതമായിരിക്കാം. ലോകത്തിലെ 90% ആളുകളും എങ്ങനെയാണ് റബ്ബർ ഉണ്ടാകുന്നതെന്നും ടയർ ഉണ്ടാകുന്നതെന്നും റബ്ബർ വെട്ടുന്നതെന്നും കണ്ടിട്ടില്ലാത്തവരെ 90 അല്ല 95% ആളുകളൊന്നും ഓർക്കണം. ഇവർ അത്ഭുതത്തോടെയാണ് ഇത് കണ്ടത്. ഈ കാഴ്ച കണ്ടു. ഈ ടാപ്പ് ചെയ്തവർക്കൊക്കെ ഇവർ കുറേ $10, $5 ഒക്കെ ടിപ്പ് കൊടുത്തു. ബസ്സേ കയറി അടുത്ത സ്ഥലത്തേക്ക് യാത്ര ചെയ്യാണ്. പിന്നെ ചെല്ലുന്ന ഒരു ഗ്രാമത്തിലേക്കാണ്. ആ ഗ്രാമത്തിൽ നെൽവയലുകളാണ് മുഴുവൻ. കുറേ ഭാഗത്ത് അടിച്ചു പൂട്ടിയിട്ടിരിക്കുന്നു. വേറെ ചിലടത്ത് കുറച്ച് ഞാറ് നട്ടിരിക്കുന്നു. വേറൊരു ഭാഗത്ത് അവർ കൊയ്യാറായ നെല്ലാണ്. അതായത് ഇത് ടൂറിസത്തിന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നതാണ് ഈ പ്രദേശത്ത്. പല സ്റ്റേജിലുള്ള നെല്ല് ഒരു ഭാഗത്ത് കൊണ്ടുപോയി വണ്ടി നിർത്തി ഇറങ്ങുന്നു. എന്നിട്ട് പറഞ്ഞു, നമ്മളൊരു നെൽകൃഷി, നിങ്ങൾ നെല്ല്, അരിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഗോതമ്പ് കൃഷിയുണ്ട്. പക്ഷേ നെൽകൃഷി എങ്ങനെയാണ് നടക്കുന്നത്, ഞങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് നെൽകൃഷി നടത്തുന്നത്, കാണിച്ചു തരാം. അപ്പോൾ ഇവരെ ഒരു പാടത്തിൻ്റെ സൈഡിലുള്ള ഗാലറിയിൽ നിരന്നിരിക്കുന്നു. ഞങ്ങളൊരു 10-30 പേരുണ്ട്. ആ സമയമായപ്പോഴത്തേക്കും 2 തായ് ചെറുപ്പക്കാർ ഷർട്ടൊന്നും ഇട്ടിട്ടില്ല, ഒരു നിക്കർ മാത്രമൊക്കെ ഇട്ട് 2 പോത്തുമായിട്ട് ഇങ്ങോട്ട് വരുന്നു. ഈ പോത്തിനെ പൂട്ടാൻ തുടങ്ങുന്നു ഒരറ്റം മുതൽ. കുറേ നേരം പൂട്ടിക്കഴിയുമ്പോഴത്തേക്കും സായിപ്പിന് ആവേശമാകുന്നു. അപ്പോൾ ഗൈഡ് പറഞ്ഞു, നിങ്ങൾക്കും വേണമെങ്കിൽ പോയി പൂട്ടാം. ഈ സായിപ്പുമാർ 2-3 പേര് പാൻസൊക്കെ വലിച്ചു കയറ്റിയിട്ട് ഈ ചെളിക്കകത്തോട്ട് ഇറങ്ങുന്നു. പോത്തിനെ പൂട്ടാൻ ഇവരും കൂടെ കൂടുന്നു. പോത്ത് പൂട്ടൽ കഴിയുന്നു.
അടുത്ത പാടത്ത് അപ്പോഴത്തേക്ക് ഞാറ് നടാൻ ഞാറൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നു. അവിടുത്തെ പണിക്കാര്, അവിടുത്തെ ഗൈഡുമാര് ഞാറ് നട്ട് കാണിക്കുന്നു. സായിപ്പുമാരും മദാമ്മമാരും പാടത്തേക്ക് ഇറങ്ങുന്നു, അവർക്ക് ഓരോ കറ്റ കൊടുക്കുന്നു, അവർ നടുന്നു. ഇങ്ങനെ ഞാറ് നടല്. അടുത്തത് ഈ ഞാറ് നടലൊക്കെ കഴിഞ്ഞ് കയറി ചെല്ലുമ്പോഴത്തേക്ക് ഒരു ഗ്രാമത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. ഈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അരി കൊണ്ടുള്ള വിഭവങ്ങളാണ്. ആ അരി കൊണ്ടുള്ള വിഭവങ്ങൾ കൊണ്ട് നമ്മുടെ പോലത്തെ പല വിഭവങ്ങളുണ്ട്. തായ്ലൻഡിന്റെ പ്രത്യേകതയുള്ള നമ്മളുടെ പത്തിരിയൊക്കെ പോലുള്ള ചില വിഭവങ്ങളുണ്ട്. കല്ലിൽ പരത്തി വട്ടത്തിൽ ഇങ്ങനെ കറക്കിയെടുത്ത് ഇതുണ്ടാക്കുന്നത് കാണിക്കുകയാണ്. ആ ഉണ്ടാക്കി അപ്പം തന്നെ ഇവർക്ക് കൊടുക്കുകയാണ്. കഴിഞ്ഞില്ല, ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം വീണ്ടും പോകുന്നത് പാടത്തേക്കാണ്, കൊയ്ത്ത് നടക്കുന്ന പാടത്തേക്കാണ്. കൊയ്ത്ത്, അതിൻ്റെ മെതി നടക്കുന്നത്, പിന്നെ അത് ഉണങ്ങുന്നത്, പുഴുങ്ങി ഉണങ്ങി പുത്തി അരിയാക്കുന്നത്, അടുത്ത വേറൊരു വീട്ടിൽ ചെല്ലുമ്പോൾ അരി പൊടിക്കുന്നത്, അരി പൊടിച്ച് വിഭവങ്ങൾ ഉണ്ടാക്കുന്നത്. ഒരു ഉച്ചയാകുമ്പോഴത്തേക്കും ഈ അരി വിഭവങ്ങൾ കൊണ്ടുള്ള സദ്യയാണ്. ഉച്ച കഴിഞ്ഞ് ആ ഗ്രാമത്തിലെ കാർഷിക ആഘോഷങ്ങളുടെ ഒരു ഡെമോൺസ്ട്രേഷനാണ്, വിവിധ കലാപരിപാടികൾ. ഇങ്ങനെ ഒരു 4 മണി വരെ ഈ 2-3-4 ഗ്രാമങ്ങളിലൂടെ, ഈ ഗ്രാമത്തിലൂടെ പോകുന്നത് കാളവണ്ടിയിലാണ്. ഇങ്ങനെ പോയി ഈ കാഴ്ചയെല്ലാം കണ്ട് ഒരു 4 മണിയാകുമ്പോഴത്തേക്കും ടൂർ അവസാനിക്കുന്നു. $100 ടൂറാണ്. 8500 രൂപയാണ് ഒരാള്. കൂടാതെ ഈ ഓരോ പെർഫോമൻസും നടത്തുന്ന ആളുകൾക്ക് സായിപ്പുമാര് $5 $10 ഇത് ടിപ്പ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ആ ദിവസത്തെ ടൂർ കഴിഞ്ഞ് മടങ്ങുമ്പോൾ സായിപ്പുമാർക്കൊക്കെ വലിയ അത്ഭുതമായി, ആവേശമായി. ഗൈഡിനോട് ഇവർ വലിയ നന്ദി പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു അനുഭവം ഞങ്ങൾക്ക് വേറെങ്ങും കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. അവരവരുടെ ഫോട്ടോ എടുത്തെല്ലാം മറിച്ച് കാണുന്നു. ഇവർ കാള പൂട്ടുന്നത്, ഇവർ തന്നെ ഞാറ് നടുന്നത്, ഇവർ റബ്ബർ ടാപ്പ് ചെയ്യുന്നത്, ഇതൊക്കെ വലിയ സ്മരണീയങ്ങളായിട്ട് ഇവർ ബന്ധുക്കൾക്ക്, സുഹൃത്തുക്കൾക്കൊക്കെ അപ്പം തന്നെ അയച്ചു കൊടുക്കുകയാണ്, വാട്സപ്പിൽ അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ. അപ്പോൾ തിരിച്ച് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്, ഇതിലേതാണ് നമ്മുടെ ഒരു തനി നാട്ടും പുറത്ത് ചെയ്യാൻ കഴിയാത്ത ടൂറിസം ആക്ടിവിറ്റി? നമുക്കിവിടെ ഒരു ബുർജ് ഖലീഫയോ താജ്മഹലോ ഇല്ലെങ്കിൽ ടൂറിസം വളരില്ലേ? ഇവിടെ നമുക്ക് വലിയ ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ നയാഗ്ര ഫാൾസ് നമ്മുടെ കേരളത്തിലില്ലെങ്കിൽ ടൂറിസം വളരില്ലേ? ഇവിടെ നമുക്ക് വാഗമൺ എന്ന് പറയുന്ന ഒരു മലമ്പ്രദേശം പോലും ഇല്ലെങ്കിൽ പോലും താഴ്വാര ഗ്രാമങ്ങളിൽ പോലും ടൂറിസം വളർത്താൻ കഴിയില്ലേ? ഓരോ ഗ്രാമത്തിലും ഓരോ വീട്ടിലും ടൂറിസത്തിന്റെ സാധ്യതകൾ എത്തിക്കുന്ന ഒരു സങ്കല്പമാണ് ആധുനിക ടൂറിസത്തിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ചിന്തിക്കാനുള്ള ശേഷി, ക്രിയേറ്റിവിറ്റി, കോൺഫിഡൻസ് ഉള്ള ഒരാൾക്ക് സ്വന്തം വീടിനെ ഒരു ടൂറിസത്തിന്റെ കേന്ദ്രമാക്കി മാറ്റാൻ കഴിയുമെന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞത്. അതിന് ഇന്ന് നമ്മളെ ഗവൺമെന്റ് ഒരു പുതിയ പേരിട്ടിട്ടുണ്ട്. കഴിഞ്ഞ 10-20 വർഷങ്ങളായിട്ട് ആ പേരിൽ ആ സംരംഭം നടക്കുന്നുണ്ട്. റെസ്പോൺസിബിൾ ടൂറിസം എന്നാണ് പറയുക. റെസ്പോൺസിബിൾ ടൂറിസം എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംരംഭകനായ, ഒരു വ്യവസായിയായ ഒരു ഇൻവെസ്റ്റർ വന്ന് ടൂറിസം പ്രോഡക്റ്റുകൾ, ടൂറിസം സ്ഥാപനങ്ങൾ, ടൂറിസം റിസോർട്ടുകൾ ഒക്കെ പണിയുക എന്നത് മാത്രമല്ല, ഓരോ സാധാരണക്കാരനും ടൂറിസത്തിന്റെ ബെനഫിഷ്യറിയായി മാറുന്ന ഒരു സങ്കല്പത്തിനാണ് റെസ്പോൺസിബിൾ ടൂറിസം എന്ന് പറയുന്നത്. അപ്പൊ ഈ റെസ്പോൺസിബിൾ ടൂറിസത്തിലേക്ക് ഇറങ്ങാൻ ഏറ്റവും അനുയോജ്യമായ ഒരു ഭൂപ്രദേശമാണ് ഈ പ്രദേശം എന്ന് ഞാൻ പറയാം. അതിന്റെ കാരണം എന്താണെന്നറിയോ? ഇവിടെ നിന്ന് 1 മണിക്കൂർ യാത്ര ചെയ്താൽ കേരളത്തിന്റെ വൈവിധ്യപൂർണമായ ഏത് ഭൂപ്രദേശത്തേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. ഇവിടുന്ന് 1/2 മണിക്കൂർ യാത്ര ചെയ്താൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ മലമ്പ്രദേശങ്ങളുള്ള ഹിൽ സ്റ്റേഷൻസ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന പ്രദേശങ്ങളിലേക്ക് നമുക്ക് എത്താൻ പറ്റും. വാഗമണിന്റെ സാധ്യതകളെ വളരെ ചെറിയൊരു ശതമാനമേ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളൂ ഇപ്പോഴും. അത് വളരെ പരിമിതമായ, വളരെ ചെറിയ ആലോചനയിൽ, ചെറിയ ഭാവനയിൽ ഉരുത്തിരിഞ്ഞ ചില സംരംഭങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. ഈ വാഗമണിനെയൊക്കെ കാണുമ്പോൾ ചില യാത്രകളിൽ ഞാൻ ഈ അടുത്ത കാലത്ത് വീണ്ടും ഒരിക്കൽ കൂടി, പലതവണ പോയെങ്കിൽ കൂടി ഈ അടുത്ത കാലത്ത് ഞാൻ വിയറ്റ്നാമിൽ പോയി. വിയറ്റ്നാമിൽ ദനാങ് എന്ന് പറയുന്ന ഒരു പട്ടണമുണ്ട്. ദനാങ് പട്ടണത്തിൽ നിന്ന് ഒരു 10-25 കിലോമീറ്റർ യാത്ര ചെയ്താൽ ബാന ഹിൽസ് എന്ന് പറയുന്ന ഒരു മലമ്പ്രദേശത്തേക്ക് എത്തും. BANA ബാന ഹിൽസ്. അവിടേക്ക് മലഞ്ചെരിവിൽ വന്നു കഴിഞ്ഞാൽ താഴെ നിന്ന് അങ്ങോട്ട് പോകുന്നത് കേബിൾ കാറിലാണ്. ലോകത്തെ ഏറ്റവും നീളമുള്ള കേബിൾ കാർ അവിടെയാണ്. എന്നോട് ബഹുമാനപ്പെട്ട MLA പറഞ്ഞു, വാഗമൺ പ്രദേശത്തേക്ക് പുതുതായിട്ട് വരാൻ പോകുന്ന നിരവധി ഗതാഗത സംവിധാനങ്ങളെക്കുറിച്ച്. ഈ ഗതാഗത സംവിധാനങ്ങളെല്ലാം അവിടെയുണ്ട്. പക്ഷെ അവിടെ റോഡിലൂടെ വണ്ടി പോകുമ്പോൾ കാശ് കിട്ടില്ല. എന്നാൽ ഈരാറ്റുപേട്ട വണ്ടി വന്ന് പാർക്ക് ചെയ്തിട്ട് വാഗമണ്ണിലേക്ക് കേബിൾ കാറിൽ പോയാൽ ഒരാളിൽ നിന്ന് 5000 രൂപ വെച്ച് കിട്ടും. ടൂറിസം ബുദ്ധിപരമായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ
ഈ രീതിയിൽ പദ്ധതികളെ റീഡിഫൈൻ ചെയ്യേണ്ടി വരും. എങ്ങനെയാണ് ബാനാ ഹിൽസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് കേബിൾ കാറിൽ ആളുകൾ പോകുന്നത്? ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള, ഏറ്റവും ഉയരത്തിലേക്ക് പോകുന്ന, ഏറ്റവും നീളമുള്ള കേബിൾ കാർ സംവിധാനങ്ങളാണ്. ആ കേബിൾ കാർ സംവിധാനത്തിൽ നമ്മൾ യാത്ര ചെയ്ത് മലമുകളിലേക്ക് എത്തുന്ന പല സ്റ്റേജുകൾ കടന്നിട്ടാണ്. ഓരോ സ്റ്റേഷനും അത്ഭുതപ്പെടുത്തുന്ന പ്രദേശങ്ങളാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോ നമ്മളുടെ ഈ പ്രദേശത്ത് വാഗമണിനെ പ്രയോജനപ്പെടുത്താൻ കഴിയും, കുട്ടിക്കാനം പോലുള്ള പ്രദേശങ്ങളെ പ്രയോജനപ്പെടുത്താൻ കഴിയും, ഇവിടെ നിന്ന് ഇടുക്കി ഡാമിലേക്കുള്ള റൂട്ടുകൾ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും. വാഗമൺ മുതൽ കുട്ടിക്കാനം വരെയുള്ള ഒരു റിഡ്ജിൽ കൂടിയാണ്, ഒരു മലവക്കിൽ കൂടിയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. പരുന്തുംപാറ മുതലായ നിരവധിയായ പ്രദേശങ്ങളുണ്ട്. അവിടുത്തെ സാഹസികമായ നിരവധി പാരാഗ്ലൈഡിംഗ് ഉൾപ്പെടെയുള്ള സാഹസികമായ വിനോദങ്ങളുടെ സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ യാത്ര ചെയ്താൽ നമുക്ക് വേമ്പനാട്ട് കായലിന്റെ തീരത്തേക്ക് എത്താൻ കഴിയും. നിരവധിയായ നദികൾ, അരുവികൾ ഒഴുകുന്ന പ്രദേശമാണ്. റാഫ്റ്റിങ്, ബാംബു റാഫ്റ്റിങ്, ഇങ്ങനെയുള്ള നിരവധി കാനായിങ്, കയാക്കിങ്, ഇങ്ങനെയുള്ള നിരവധിയായ ടൂറിസം ആക്ടിവിറ്റികളുടെ ഒരു കേന്ദ്രമാക്കി, ഒരു കേന്ദ്ര സ്ഥാനമാക്കി ശരിക്കും പറഞ്ഞാൽ ഈ പ്രദേശത്തെ രൂപപ്പെടുത്താൻ കഴിയും. ഇതിന് വേണ്ടത് എന്താണ്? ഇപ്പൊ ഈ ഒരു മീറ്റിംഗിൽ വെച്ച് എന്തെല്ലാം പ്രോജക്റ്റ് നമുക്ക് ഈ പ്രദേശത്ത് നടപ്പാക്കാൻ കഴിയുമെന്ന് ഓരോന്നായി പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി അവതരിപ്പിക്കാൻ എനിക്കിന്ന് സാധ്യമല്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഇതിലിറങ്ങി പുറപ്പെടാൻ തയ്യാറും തൻ്റെടവുമുള്ള, ക്രിയേറ്റിവിറ്റി കയ്യിലുള്ള, ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മനസ്സുള്ള ആളുകൾക്ക് അനന്തമായ സാധ്യതകളുടെ വാതിലാണ് ഈ ഒരു സംരംഭത്തിലൂടെ തുറക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. തീർച്ചയായും അത് മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ ഓരോ ഘട്ടത്തിലും എങ്ങനെ നമുക്കിതിന് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാം എന്നതിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. ഈ പ്രദേശത്തിന്റെ ടൂറിസം സാധ്യതകൾക്ക് ആദ്യം ഒരു സർവേ നടത്തി നമ്മളൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കണം. ഈ മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് അടുത്ത ഒരു 50 വർഷത്തെ മുന്നിൽ കണ്ടതുള്ളതായിരിക്കണം. നമ്മളിപ്പോൾ കേരളത്തിൽ നമുക്കറിയാം, ഇപ്പൊ ഗതാഗത സംവിധാനത്തിൽ നിരവധി പരിഷ്കാരങ്ങൾ വരുന്നുണ്ട്. 6 വരിയുള്ള റോഡുകൾ വരുന്നുണ്ട്. ഹൈസ്പീഡ് ട്രെയിനിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. നമ്മളുടെ എരുമേലി ശബരി റെയിൽപാത പുനരുജ്ജീവിപ്പിക്കപ്പെട്ടിരിക്കുന്നു. വീണ്ടും ഒരു ചിന്തയുണ്ടായിരിക്കുന്നു. എരുമേലിയിൽ എയർപോർട്ട് വരുന്നു. ഇതെല്ലാം വരുന്നത് ഭാവിയെ മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങളാണ്. പക്ഷെ ചില കാര്യത്തിലെങ്കിലും നമ്മൾ അല്പം വൈകിപ്പോയിട്ടുണ്ട്, പുറകോട്ട് പോയിട്ടുണ്ട്. ഇപ്പൊ ഹൈസ്പീഡ് ട്രെയിനെ കുറിച്ച് എന്റെ വ്യക്തിപരമായ അഭിപ്രായം ചോദിച്ചാൽ ഞാൻ പറയും, ഇതൊരു 15 കൊല്ലം മുമ്പ് നമ്മൾ പ്രവർത്തനം ആരംഭിക്കേണ്ടിയിരുന്ന ഒരു പദ്ധതിയാണ്. ഇന്ന് ലോകത്തെ ഏറ്റവും വേഗത്തിൽ ഗതാഗത സംവിധാനങ്ങളുള്ള രാജ്യങ്ങളിൽ ഒന്ന് ജപ്പാനാണ്. ചൈന അവരെക്കാൾ മുന്നിലെത്തിക്കഴിഞ്ഞു. ജപ്പാനിലെ ട്രെയിനുകൾ 320 കിലോമീറ്റർ മണിക്കൂറിലാണ് സഞ്ചരിക്കുന്നത്. എന്നാൽ ചൈനയിലെ ട്രെയിനുകൾ 450 കിലോമീറ്റർ സ്പീഡിലാണ് ഓടുന്നത്. 450 കിലോമീറ്റർ സ്പീഡില്. ജപ്പാനിൽ 320 കിലോമീറ്റർ സ്പീഡില്. നമ്മുടെ ട്രെയിനുകൾ വന്ദേ ഭാരത് പോലും 100 അല്ലെ 110 കിലോമീറ്റർ കൂടുതൽ സ്പീഡിൽ ഓടുന്നതിനെ കുറിച്ച് നമുക്കിപ്പോൾ ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലാണ് നമ്മുടെ സംവിധാനങ്ങൾ. ഈ ജപ്പാനിലെ ബുള്ളറ്റ് ട്രെയിൻ വന്നതെന്നാണ്? ജപ്പാനിലെ ബുള്ളറ്റ് ട്രെയിൻ ആദ്യം ഓടിത്തുടങ്ങിയത് 1964 അവരതിനുള്ള പദ്ധതി ഇട്ടതെന്നാണ്? 1951 1951 ബുള്ളറ്റ് ട്രെയിൻ ഓടിക്കണമെന്ന് അവരൊരു പദ്ധതിയിട്ട് പ്രവർത്തനം ആരംഭിച്ചെങ്കിൽ ജപ്പാൻ 2ാം ലോക മഹായുദ്ധത്തിൽ തകർന്നടിഞ്ഞ് ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബ് വീണ് തകർന്ന് തരിപ്പണമായി ചാരക്കൂമ്പാരമായി പോയൊരു രാജ്യം അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പിട്ട സ്വപ്നമാണ്, ആ തകർച്ചയിൽ കിടന്നുകൊണ്ട് കണ്ട സ്വപ്നമാണ് ലോകത്തിലെ ഏറ്റവും സ്പീഡുള്ള ട്രെയിൻ നമ്മുടേതായിരിക്കണമെന്ന്. 1951 ഒരു രാജ്യം അങ്ങനെ സ്വപ്നം കണ്ടപ്പോഴാണ് 64 ബുള്ളറ്റ് ട്രെയിൻ ഉണ്ടായത്. അതിനുശേഷം ആ രാജ്യം കുതിച്ചു വളർന്നത്. ഇലക്ട്രോണിക്സ് മേഖല മുതൽ നിരവധി മേഖലകളിൽ, ടൂറിസം, ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രി, ഓട്ടോമൊബൈൽ, എല്ലാ മേഖലയിലും ലോകത്തിലെ ഏറ്റവും വലിയൊരു ശക്തിയായി അവർ മാറിയത് ഈ അടിസ്ഥാന സൗകര്യം വന്നതിന് ശേഷമാണ്. അല്ലാതെ അവിടെ എല്ലാ വികസനവും വന്നതിന് ശേഷം, എല്ലാ വികസനത്തിന്റെ അവസാനം വരേണ്ടതെന്നാണ് ബുള്ളറ്റ് ട്രെയിൻ എന്ന് നമ്മൾ സങ്കല്പിക്കുന്ന ചിന്തകൾ മാറേണ്ടതുണ്ട്. ഇവിടെയാണ് നമ്മൾ ഇത്തരം രാജ്യങ്ങളിലൂടെ സഞ്ചരിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. എല്ലാ വികസനവും വന്നതിന് ശേഷം മനുഷ്യർക്കെല്ലാം ബുള്ളറ്റ് ട്രെയിൻ കയറാൻ കാശായതിനു ശേഷം ഉണ്ടാകേണ്ട നല്ല ബുള്ളറ്റ് ട്രെയിൻ, അല്ലെ ഹൈസ്പീഡ് ട്രെയിൻ, ഹൈസ്പീഡ് ഗതാഗത സംവിധാനം, എയർപോർട്ടുകൾ. നെടുമ്പാശ്ശേരി എയർപോർട്ട് വന്നതിന് ശേഷമാണോ ആ പ്രദേശവും കേരളത്തിൽ നിന്ന് വിദേശത്തേക്കുള്ള യാത്രകളും വിദേശ വിമാനത്താവളവും വന്നത്, വിമാന സർവീസുകളും വന്നത്? അതോ ഇതെല്ലാം വന്നതിന് ശേഷമാണോ എയർപോർട്ട് വന്നത്? എയർപോർട്ടിനെ കുറിച്ച് സങ്കല്പിക്കുന്ന കാലത്ത് തന്നെ അത് എതിർത്ത നിരവധി ആളുകളുണ്ട്. ഇതൊന്നും കേരളത്തിന് വേണ്ട, കേരളത്തിന് ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? നമ്മൾ പുതിയ വലിയ ലക്ഷ്യങ്ങൾ ആരംഭിക്കുമ്പോഴാണ് നമ്മുടെ ജനസമൂഹം അതനുസരിച്ച് വലിയ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങുന്നത്, അതിലേക്ക് നടന്നു തുടങ്ങുന്നത്, പ്രവർത്തിച്ചു തുടങ്ങുന്നത്. ആദ്യം വരേണ്ടത് വമ്പൻ പ്രോജക്റ്റുകളാണ്.
വമ്പൻ പ്രോജക്റ്റുകളെ നമുക്ക് അനൗൺസ് ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിന്റെയും ഇതിന്റെ പരിസരത്തെ പ്രദേശങ്ങളിലെയും എല്ലാം പ്രയോജനപ്പെടുത്തുന്ന ഒരു വമ്പൻ ടൂറിസം മാസ്റ്റർ പ്ലാൻ നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട്. ഈ പറഞ്ഞ പല പല പ്രോജക്റ്റുകൾ പലരുടെയും പ്രപ്പോസൽ ഉണ്ടാവാം. ഇതിനെല്ലാം കോർത്തിണക്കി ഒരു വമ്പൻ ടൂറിസം പ്രോജക്റ്റ്, ഒരു വമ്പൻ മാസ്റ്റർ പ്ലാൻ, ഒരു 10,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കണം. ഈ മാസ്റ്റർ പ്ലാൻ അവതരിപ്പിക്കുമ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറുള്ള, അതിന്റെ ഭാഗമാകാൻ തയ്യാറുള്ള നിരവധി സംരംഭകർ അതിലേക്ക് വരും. ഉദാഹരണം പറഞ്ഞാൽ നെടുമ്പാശ്ശേരി എയർപോർട്ട് കാശുമായിട്ട് അങ്ങ് തുടങ്ങുകയല്ല ചെയ്തത്. നെടുമ്പാശ്ശേരി എയർപോർട്ട് എന്നൊരു വമ്പൻ സ്വപ്നം നമ്മൾ ലോകത്തിന് മുമ്പിൽ വെച്ചു. നിരവധിയായ സംരംഭകര് അതിലേക്ക് പണം മുടക്കി. സ്റ്റേറ്റിന്റെ പണം വളരെ തുച്ഛമായിരുന്നു. ആ പ്രോജക്റ്റ് യാഥാർത്ഥ്യമായി. അതിനും നേതൃത്വം കൊടുത്തത് നമ്മുടെ നാട്ടുകാരനായ ഒരു മനുഷ്യനാണെന്നൂടെ നമുക്ക് ഓർക്കണം. അപ്പൊ അസാധ്യമായ കാര്യങ്ങൾ എന്ന് പറയുന്നത് നടപ്പാക്കാൻ കഴിയുന്ന മനുഷ്യരുടെ നാട് കൂടിയാണ് ഇതെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ വലിയ സ്വപ്നങ്ങൾ കാണാനുള്ള ആളുകളാണ് നമുക്ക് വേണ്ടത്. സ്വപ്നങ്ങൾ നമുക്ക് പകർന്നു തരുന്ന ആളുകളാണ് നമുക്ക് വേണ്ടത്. അത് നടപ്പാക്കാൻ നമുക്ക് സാധ്യമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഈ ഈരാറ്റുപേട്ട നിന്ന് സംസാരിക്കുമ്പോൾ ഞാനൊക്കെ അവിടെ നിന്ന് മരങ്ങാട്ടുപള്ളി പോലെ നിന്ന് ചിന്തിക്കുമ്പോൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഒരു സംരംഭകത്വം വളരെ കൂടുതലുള്ള ഒരു പ്രദേശം, ആളുകളുള്ള ഒരു സ്ഥലമാണ് ഈരാറ്റുപേട്ട. കൂടുതൽ പുതിയ പുതിയ സംരംഭങ്ങൾ, ചെറിയ ചെറിയ വ്യവസായങ്ങൾ, ചെറിയ ചെറിയ വാണിജ്യങ്ങളിലൂടെയൊക്കെ വളർന്നു വന്ന ജനസമൂഹമുള്ള ഒരു നാടാണ് ഇവിടെ. തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ ഇവിടെ വളർന്നു വരുന്ന പുതിയ തലമുറയെ കൂടുതൽ വലിയ സംരംഭങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രചോദിപ്പിക്കുന്ന ഒന്നായി മാറുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ നമ്മൾ ഈ പ്രദേശത്തിന്റെ ഒരു പൊട്ടൻഷ്യൽ, ടൂറിസം സാധ്യതകളുടെ ഏറ്റവും വലിയൊരു സ്വപ്നം തന്നെ കാണണം. ഞാൻ അതിന് ചില ഉദാഹരണങ്ങൾ പറയാം. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഈ വിയറ്റ്നാമിനെ നമുക്ക് മാതൃകയാക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ഇതിന് സമാനമായ ഭൂപ്രകൃതിയാണ്, ഏതാണ്ട് നമ്മളതിന് സമാനമായ കാലാവസ്ഥയാണ്, നമ്മുടേതുപോലെ തന്നെയുള്ള ചിന്തിക്കുന്ന ജനസമൂഹമാണ് അവിടെ, വളരെ അധ്വാനിക്കുന്ന ആളുകളാണ്. ആ വിയറ്റ്നാമില് ബാനാ ഹിൽസ് എന്ന് പറയുന്ന സ്ഥലം, അല്ലെ ദനാങ് എന്ന് പറയുന്ന പ്രദേശം, നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. യൂട്യൂബിൽ അതിന്റെ വീഡിയോ കിടപ്പുണ്ട്. കഴിഞ്ഞ ഒരു 2 മാസം 3 മാസത്തിന് മുമ്പുള്ള ഒരു സഞ്ചാരത്തിന്റെ വീഡിയോ നിങ്ങൾ സെർച്ച് ചെയ്താൽ വിയറ്റ്നാമിലെ ദനാങ് നോക്കി അറിയാം. അവിടെ ടൂറിസം എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും ഒരു വാനില് അല്ലെങ്കിൽ ഒരു മിനി ബസ്സില് അല്ലെങ്കിൽ കുറെ കാറുകളിൽ വരുന്ന ടൂറിസ്റ്റുകളെ കൊണ്ടല്ല അവർ ടൂറിസം എന്ന് പറയുന്നത്. നിങ്ങൾ ഈ കേബിൾ കാർ സ്റ്റേഷനിലേക്ക് ചെന്നാൽ ഒരു 25,000 ആളുകൾ ഇങ്ങനെ ഒഴുകുകയാണ്. ഇതിന്റെ ഹിൽ സ്റ്റേഷനിലേക്ക് ടോപ്പിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു ഫ്രഞ്ച് വില്ലേജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളങ്ങ് ചെല്ലുമ്പോൾ അവിടെ കോടമഞ്ഞ് മൂടി ഒരു പട്ടണത്തിലേക്കാണ് ചെല്ലുന്നത്. ആ പട്ടണം ഫ്രാൻസിന്റെ ഒരു പട്ടണം പോലെ ക്രിയേറ്റ് ചെയ്തിരിക്കും. കാരണം അതിനൊരു കാരണമുണ്ട്. ഈ വിയറ്റ്നാമിനെ ദീർഘകാലം ഫ്രാൻസ് ഭരിച്ചിരുന്നു. അപ്പോൾ ആ ഫ്രാൻസിന്റെ സ്വഭാവത്തിൽ, ഫ്രഞ്ച് സ്വഭാവത്തിലുള്ള ഒരു പട്ടണം അവിടെ ഉണ്ടാക്കിയിരുന്നു. അത് പക്ഷേ ഫ്രാൻസിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം വിയറ്റ്നാം യുദ്ധമൊക്കെ കഴിഞ്ഞ് അത് തകർന്ന് കാടുപിടിച്ചു പോയി. പിന്നീട് ഇപ്പൊ പുതിയൊരു കമ്പനി 2010 ഈ ബാനാ ഹിൽസിനെ നവീകരിക്കാനും ആ പട്ടണത്തെ ഒന്നുകൂടെ പുനഃസൃഷ്ടിച്ച് ഒരു ഫ്രഞ്ച് വില്ലേജ് ആക്കി രൂപപ്പെടുത്തുകയും ചെയ്തത്. ഈ ഫ്രഞ്ച് വില്ലേജിലേക്ക് നമ്മൾ ചെന്നാൽ നമ്മൾ വിയറ്റ്നാമിൽ ഒരു ഫ്രാൻസിൽ കൂടെ സഞ്ചരിക്കാൻ തോന്നും. മഞ്ഞ്, കൊട്ടും തണുപ്പ്, കോടമഞ്ഞ്, അതിനകത്തോടെ നടക്കുമ്പോൾ ആ സ്ട്രീറ്റുകളിൽ മുഴുവൻ നമ്മൾ കാണുന്നത് ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളാണ്. 100, 200, 500 അല്ല, 10,000 അത് ആ നാട്ടുകാർ പൊതിച്ചോറും കെട്ടി വന്ന് കാണാൻ വരുന്നതല്ല. ഒരൊറ്റ വിയറ്റ്നാംകാരനെ നിങ്ങൾ അവിടെ കാണില്ല. അവിടെ കാണുന്നത് മുഴുവൻ ഒന്നെങ്കിൽ ഓസ്ട്രേലിയയിൽ നിന്ന്, അല്ലെങ്കിൽ ന്യൂസിലൻഡിൽ നിന്ന്, അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്ന്, അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന്, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ, ചൈനയിൽ നിന്ന്, ജപ്പാനിൽ നിന്നൊക്കെ വന്ന ദിവസം 200, 300, 400 ഡോളർ ഭക്ഷണം കഴിക്കുന്നതിനും ഷോപ്പ് ചെയ്യുന്നതിനും മുടക്കാൻ തയ്യാറുള്ള, ആയിരക്കണക്കിന് രൂപ ഒരു രാത്രിക്ക് താമസത്തിന് മുടക്കാൻ കഴിയുന്ന ഹോട്ടലുകളിൽ താമസിക്കുന്ന ടൂറിസ്റ്റുകളാണ്. അങ്ങനെ ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകൾ ഓരോ ആഴ്ചയോടെ വന്നിറങ്ങുമ്പോൾ ആ പ്രദേശത്തെ എക്കോണമിയിലേക്ക് വരുന്ന പണം എത്രയാണ്? നമ്മൾ അത്ഭുത പരതന്ത്രരായി പോകും. 1000 ടൂറിസ്റ്റുകൾ ഒരു മാസം വരുന്നതല്ല ടൂറിസം എന്ന് പറയുന്നത്. 100 ടൂറിസ്റ്റുകൾ ഒരു ദിവസം വരുന്നതിനല്ല ടൂറിസം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടുകാർ വീട്ടിൽ നിന്ന്, വഴിയരികിൽ നിന്ന് ചോറ് പൊതിഞ്ഞു കെട്ടി അല്ലെങ്കിൽ ഭക്ഷണം പാക്ക് ചെയ്ത് 2 കുപ്പി കള്ളുമായിട്ട് മലമുകളിലേക്ക് വന്ന് രാവിലെ അതിലൊക്കെ കറങ്ങി മിച്ചം വന്ന പാത്രവും വേസ്റ്റും ഒക്കെ അവിടെ ഇട്ടിട്ട് തിരിച്ചിറങ്ങി പോകുന്നതിന് ഞാൻ ടൂറിസം ഒന്നും വിളിക്കില്ല. നിങ്ങൾ ടൂറിസത്തിൽ വളരണമെങ്കിൽ അന്യ നാട്ടുകാർ കേട്ടറിഞ്ഞ് ഇവിടെ വരണം. അവരെ അത്ഭുതപ്പെടുത്തുന്ന ഫെസിലിറ്റികൾ ഇവിടെ ഉണ്ടാവണം. മഴക്കാലത്ത് താഴേക്ക് വീഴുന്ന കുറച്ച് വെള്ളം കാണാൻ വേണ്ടി അതിന്റെ ചോട്ടിൽ പോയി നിന്ന് തുളിമറിച്ച് വെള്ളത്തിൽ ചാടി കളിക്കുന്ന 100 നാട്ടുകാരെ കിട്ടിയാൽ അത് ടൂറിസം ആണെന്നൊന്നും തെറ്റിദ്ധരിക്കരുതേ. അതൊന്നുമല്ല ടൂറിസം എന്ന് മനസ്സിലാവണമെങ്കിൽ ഇത്തരം വിജയിച്ച ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങണം.
നാട്ടുകാർ വരുന്നത് മോശമാണെന്നുള്ള അഭിപ്രായത്തിലല്ല, അതൊരു ഇൻഡസ്ട്രി ആവില്ല. അപ്പോൾ അതൊരു പിക്നിക് സ്പോട്ട് മാത്രമായിട്ട് മാറും. അതിന്റെ വളർച്ചയ്ക്ക് പരിമിതി ഉണ്ടാവും. ടൂറിസ്റ്റുകൾ, നാട്ടുകാർ വന്ന് തിങ്ങി നിറഞ്ഞൊരു സ്ഥലത്തേക്ക് വിദേശ ടൂറിസ്റ്റുകൾ വരാൻ മടിക്കും. അവർക്ക് വേണ്ട ചില സൗകര്യങ്ങൾ, വൃത്തി സൗകര്യങ്ങൾ ഇതൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റാതെ വരും. അപ്പൊ ടൂറിസത്തിന്റെ ഒരു മാസ്റ്റർ പ്ലാനിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങേണ്ട ഒരു സമയമാണിത്. ഇത്രയേറെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ അതിന് കൃത്യമായ ഗൈഡൻസ് കൊടുത്തില്ലെങ്കിൽ അത് വലിയൊരു ദുരന്തമായിട്ട് നാളെ മാറും. കാരണം വേണ്ടാത്തടത്ത് വേണ്ടാത്തതെല്ലാം പണിത് വെക്കുകയും പിന്നീട് അത് ഇടിച്ചു പൊളിച്ച് കളയേണ്ടതായിരിക്കും പിന്നെ പ്രധാന ജോലിയായിട്ട് മാറുക. ഒരു കെട്ടിടമെങ്കിലും ഇടിച്ചു പൊളിക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ അത് ആ നാടിനുണ്ടാകുന്ന, ആ ടൂറിസം ഡെസ്റ്റിനേഷൻ ഉണ്ടാകുന്ന ഒരു കളങ്കമായിട്ട് തന്നെ മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇപ്പം കൃത്യമായ സമയമാണ് ഈ പ്രദേശത്തിന്റെ ടൂറിസം എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുക. ആ മാസ്റ്റർ പ്ലാനിൽ നമ്മുടെ ആളുകൾക്ക് ഏതൊക്കെ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് കണ്ടെത്തുക. ആ കണ്ടെത്തിയ പ്രോജക്റ്റുകളെ എല്ലാം കൂടെ ചേർത്ത് ഒരു സർക്യൂട്ട്, ടൂറിസം സർക്യൂട്ടായിട്ട് ഡെവലപ്പ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ഓരോ സംരംഭവും വിജയിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് പറ്റും. ശാസ്ത്രീയമായ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്ക് വേണ്ടത്. നമ്മളൊരു ഇൻഫോ പാർക്കിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, ഇൻഫോ പാർക്കിൽ ഒരു പ്രോജക്റ്റ് വരുമ്പോൾ ശാസ്ത്രീയമായ പഠനങ്ങളിലൂടെയാണ് നമ്മൾ അത് ചെയ്യുന്നത്. ഈ പറഞ്ഞ എല്ലാവരും പോയി ഇൻഫോ പാർക്കിൽ പോയി ഓരോ പ്ലോട്ട് എടുത്ത് കെട്ടിടം പണിയല്ല ചെയ്യുന്നത്. അവിടെ നിന്ന് വരുന്ന കമ്പനികളെല്ലാം പ്രൊഫഷണലുകളാണ്. അത് ഇൻഫോസിസ് ആണെങ്കിലും TCS ആണെങ്കിലും അല്ലെങ്കിൽ മറ്റേത് കമ്പനി ആണെങ്കിലും ഫീസിബിലിറ്റി സ്റ്റഡി നടത്തി അതെങ്ങനെ വിജയിക്കുന്നു, അതിന് എത്ര നാൾ കൊണ്ട് വിജയമാകും, അതിന് എത്ര ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും, അവിടെ എത്ര കസ്റ്റമേഴ്സ് ഉണ്ടാവും, അതെങ്ങനെയാണ് അതിന്റെ പ്രോഗ്രസ് ഉണ്ടാവുക, വരുന്ന 15 വർഷത്തിന് ശേഷം എങ്ങനെ അത് മുന്നോട്ട് പോകും, ഇത്തരം കാര്യങ്ങളെയൊക്കെ കൃത്യമായി പഠിച്ചിട്ട് തന്നെ വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ. ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ആവേശത്തിന്റെ പുറത്തെടുത്ത് ചാടി ഒരു കാര്യം ചെയ്യലല്ല, ലോങ് ലാസ്റ്റിംഗ് ആയി കാര്യങ്ങളായിരിക്കണം ചെയ്യേണ്ടത്. ഫ്യൂച്ചറിസ്റ്റിക് ആയ രീതിയിലായിരിക്കണം കാര്യങ്ങൾ ചെയ്യേണ്ടത്. നമ്മുടെ പല പ്രോജക്റ്റുകളും തുടക്കത്തിൽ വലിയ ആവേശത്തോടെ നടക്കും, പിന്നീട് സംഭവിക്കുന്നത് അത് ഫീസിബിൾ അല്ല നമ്മൾ തിരിച്ചറിയും. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ പറയാം. കാരവൻ പാർക്കുകൾ നമ്മൾ അനൗൺസ് ചെയ്തു 5 വർഷം മുമ്പ്. നിരവധി പേര് അതിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഇപ്പൊ നിങ്ങൾ അധികം കാരവൻ പാർക്കുകളെ കുറിച്ച് കേൾക്കുന്നില്ല. ആവേശത്തോടെ എടുത്തു ചാടുകയും സ്ഥലം പണിയുകയും കെട്ടിടം ഈ കാരവനുകൾ പണിയുകയും ചെയ്ത പലരും എന്നെ പലപ്പോഴും വിളിക്കാറുണ്ട്, എന്താ സാറേ നമ്മൾ ചെയ്യേണ്ടത്, പകുതിയായി നിർത്തിയിരിക്കുക, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പൊ അങ്ങനെ പോവുകയല്ല വേണ്ടത്. നമുക്ക് തൽക്കാലത്തേക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുകയല്ല വേണ്ടത്. ഫ്യൂച്ചറിസ്റ്റിക് ആയ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ടൂറിസം മാസ്റ്റർ പ്ലാൻ, ഞാൻ വീണ്ടും വീണ്ടും അണ്ടർലൈൻ ചെയ്ത് പറയുന്നു, ടൂറിസം മാസ്റ്റർ പ്ലാൻ ഉണ്ടാവണം. രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് ടൂറിസത്തിലെ ഏത് തരം ടൂറിസ്റ്റുകളെയാണ് നമ്മൾ ഈ പ്രദേശം പ്രതീക്ഷിക്കുന്നതെന്ന് നമ്മൾ പഠിക്കണം, നമ്മൾ തീരുമാനമെടുക്കണം. 3 തരം ടൂറിസ്റ്റുകളാണ് ഉള്ളത്. ഒന്ന് ലോക്കൽ ടൂറിസ്റ്റുകൾ. ഇപ്പോൾ വാഗമണിലേക്കൊക്കെ വരുന്നതിലെ ബഹുഭൂരിപക്ഷവും ലോക്കൽ ടൂറിസ്റ്റുകളാണ്. കോട്ടയത്ത് നിന്ന്, എറണാകുളത്ത് നിന്ന്, അല്ലെങ്കിൽ കൊല്ലത്ത് നിന്ന്, തിരുവനന്തപുരത്ത് നിന്നൊക്കെ ധാരാളം ആളുകൾ ഈ പ്രദേശത്തോടെ കടന്നു പോകുന്ന ഈരാറ്റോട്ടക്കാർ നിരന്തരം കാണുന്നതാണ്. രണ്ടാമത്തെ ഒരു കൂട്ടരുണ്ട് ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകൾ. തമിഴ്നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ വരുന്ന ടൂറിസ്റ്റുകൾ. ഡൽഹി, അതുപോലെ തന്നെ മറ്റ് സ്റ്റേറ്റുകൾ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്ന്, ഡൽഹിയിൽ നിന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഗുജറാത്തിൽ നിന്നാണ് പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത്. ഉത്തർപ്രദേശ്, ഇങ്ങനെയൊക്കെയുള്ള പല വലിയ പട്ടണങ്ങളിൽ, മെട്രോ സിറ്റികളിൽ നിന്ന്, നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റുകളുണ്ട്. മൂന്നാമതൊരു കൂട്ടര് ഇന്റർനാഷണൽ ടൂറിസ്റ്റുകളാണ്. മൂന്നാമത്തെ കൂട്ടരാണ് ഇന്റർനാഷണൽ ടൂറിസ്റ്റുകൾ. അപ്പൊ നമ്മൾ ഏത് ഇൻവെസ്റ്റ്മെന്റും നടത്തുമ്പോൾ ഈ 3 കൂട്ടർക്കും വേണ്ടത് 3 തരം ഫെസിലിറ്റികളാണ്. ഇത് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ലോക്കൽ ടൂറിസ്റ്റിന് വേണ്ട ഫെസിലിറ്റി ആയിരിക്കില്ല ഒരിക്കലും ഇന്റർനാഷണൽ ടൂറിസ്റ്റിന് ആവശ്യമായി വരിക. ചിലത് തീർച്ചയായിട്ടും സാമ്യം ഉണ്ടാകാം. ഉദാഹരണം പറഞ്ഞാൽ ഒരു എലഫന്റ് റൈഡ് ഇവിടെ ഉണ്ടെന്നിരിക്കട്ടെ, ആനപ്പുറത്ത് കയറി ഉൾഗ്രാമങ്ങളിലൂടെ പോകുന്ന ഒരു റൈഡ്. ചിലപ്പോൾ അത് ഫോറിൻ ടൂറിസ്റ്റുകളെയും ആകർഷിക്കും. കാരണം ആന അവർക്കൊരു കൗതുകമാണ്, ഉൾഗ്രാമങ്ങളുടെ കാഴ്ചകൾ അവർക്ക് കൗതുകമാണ്. പക്ഷെ അതിന്റെ സേഫ്റ്റി ഉൾപ്പെടെ കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നുണ്ട്. വില്ലേജ് ടൂറുകളുണ്ട്, ബുള്ളറ്റ് കാർ ടൂറുകൾ. ഞാൻ ഈ പറഞ്ഞ തായ്ലൻഡിലൊക്കെ ഉള്ളതുപോലെ ഗ്രാമജീവിതം, ഗ്രാമീണ ജീവിതത്തിന്റെ അനുഭവങ്ങൾ, നമ്മുടെ ആയുർവേദം പോലുള്ള സാധ്യതകൾ, നമ്മുടെ ലൈഫ് സ്റ്റൈല്, ഇതൊക്കെയാണ് വിദേശ ടൂറിസ്റ്റുകൾക്ക് ഏറ്റവും ഇഷ്ടം. ഒപ്പം നമ്മുടെ നേച്ചറിൽ സ്വസ്ഥമായി, ശാന്തമായി, ശബ്ദമില്ലാതെ, ഒച്ചയനക്കവും ഇല്ലാതെ കുറച്ച് ദിവസങ്ങൾ സ്പെൻഡ് ചെയ്യുക. ഒപ്പം ആയുർവേദത്തിന്റെ ഒരു സപ്പോർട്ടൂടെ ഉണ്ടെങ്കിൽ അത് വലിയ സാധ്യതയാണ് വിദേശ ടൂറിസ്റ്റുകൾക്ക്. എന്നാൽ സ്വദേശീയ ടൂറിസ്റ്റുകൾക്ക് അങ്ങനെയല്ല. അവർക്ക് കുറച്ച് ആഘോഷമാണ് ഇഷ്ടം. നോർത്ത് ഇന്ത്യൻസ് ആണെങ്കിലും കേരളത്തിൽ നിന്നുള്ളവരാണെങ്കിലും ആഘോഷപ്രിയരാണ്. അപ്പൊ അവർക്ക് വേണ്ട ആഘോഷത്തിന്റെ സ്ഥലത്ത് നിന്ന് എപ്പോഴും വിദേശ ടൂറിസ്റ്റുകൾ ഒഴിഞ്ഞു നിൽക്കും. അപ്പൊ നമ്മൾ ഏത് തരത്തിലാണ് നമ്മുടെ ഒരു ഡെസ്റ്റിനേഷനെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ടൂറിസം പ്രോഡക്റ്റിനെ ഡിസൈൻ ചെയ്യേണ്ടതെന്ന് ഇത്തരത്തിൽ തീരുമാനിക്കേണ്ടതുണ്ട്. ഈ 3നും 3 തരത്തിലുള്ള മാർക്കറ്റിംഗുമാണ് നമുക്ക് ആവശ്യം വരിക. ഇപ്പൊ ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളായ നോർത്ത് ഇന്ത്യൻ കസ്റ്റമേഴ്സ് വരണമെങ്കിൽ നമ്മളിവിടെ ഒരു സ്ഥാപനം തുറന്നിട്ട് ബോർഡ് വെച്ചാൽ അവർ വരില്ല. അവരൊക്കെ വരുന്നത് ഏതെങ്കിലും ഒരു ടൂർ ഏജൻസി വഴിയാണ്. ഡൽഹിയിൽ നിന്ന്
കേരളത്തിലേക്ക് ടൂർ വരുന്നവർക്ക് വേണ്ടി അവർ പരസ്യം ചെയ്ത് അവിടുത്തെ പ്രസിദ്ധീകരണങ്ങളിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പരസ്യം ചെയ്യും. കേരളത്തിലേക്ക് 5 ദിവസത്തെ ടൂർ, അല്ലെ 6 ദിവസത്തെ ടൂർ, അല്ലെ 8 ദിവസത്തെ ടൂർ, 10 ദിവസത്തെ ടൂർ. ഈ ഓരോന്നിനും ഓരോ നിരക്കാണ്. അതിൽ ഓരോ ദിവസവും കൃത്യമായ ഐറ്റിനറി ഉണ്ടാവും. ആദ്യത്തെ ദിവസം കൊച്ചി എയർപോർട്ടിൽ വന്നിറങ്ങുന്നു, അന്ന് രാത്രി മൂന്നാറിൽ പോകുന്നു, താമസിക്കുന്നു. 2-ാം ദിവസം മൂന്നാറിൽ, 2-ാം രാത്രി മൂന്നാറിൽ, അടുത്ത ദിവസം കുമളിയിലേക്ക് യാത്ര ചെയ്യുന്നു, വൈകിട്ട് കുമളിയിലെത്തുന്നു, അടുത്ത ദിവസം ബോട്ടിങ് അല്ലെങ്കിൽ വനത്തിനകത്തെ യാത്ര. ഇങ്ങനെ കൃത്യമായ ഒരു ഐറ്റിനറി ഉണ്ട്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് കുമരകത്തേക്കായിരിക്കാം പോവുക, ചിലപ്പോൾ ആലപ്പുഴയിലേക്കായിരിക്കാം പോവുക, ചിലപ്പോൾ വർക്കലയിലേക്കായിരിക്കും പോവുക. അപ്പൊ ഈ കൃത്യമായ റൂട്ടിനകത്ത് വാഗമൺ അല്ലെങ്കിൽ ഈരാറ്റുപേട്ട അല്ലെങ്കിൽ പൂഞ്ഞാർ അല്ലെങ്കിൽ പാലാ പ്രദേശം ഉൾപ്പെടുന്നില്ലെങ്കിൽ അവർ ഒരിക്കലും അങ്ങോട്ട് വരില്ല. അപ്പൊ ഇതെവിടെയാണ് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടത്? ഈ ടൂർ ഓപ്പറേറ്റേഴ്സിനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടത്. അവർക്ക് ഇങ്ങനെ ഒരു പുതിയ ഡെസ്റ്റിനേഷൻ ഉണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്തണം, പഠിപ്പിക്കണം. ഫാം വിസിറ്റുകൾ, അതായത് ഈ ടൂർ ഓപ്പറേറ്റേഴ്സിനെ കൊണ്ടുവന്ന് ഈ ഡെസ്റ്റിനേഷനുകൾ പരിചയപ്പെടുത്തി അവരുടെ ഈ ഐറ്റിനറിയിൽ നമ്മളുടെ ഈ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തുന്നു, അവിടുത്തെ ആക്ടിവിറ്റികൾ ഉൾപ്പെടുത്തുന്നു എന്ന് വന്നെങ്കിൽ മാത്രമേ ടൂറിസത്തിൽ ആ പ്രദേശത്ത് അന്യനാട്ടുകാർ വരികയുള്ളൂ. അന്യനാട്ടുകാർ ഒരിക്കലും ഒരു പാക്കേജ് ടൂറിന്റെ ഭാഗമായിട്ട് വന്നാൽ ആ പാക്കേജ് ടൂറിലില്ലാത്ത ഒരു സ്ഥലത്തും പോവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത് ഞാൻ പറയാൻ കാര്യം, ഞാൻ ടൂർ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്രസ്ഥാനം നടത്തുന്നയാളാണ്. സഞ്ചാര എക്സ്പ്ലോറേഷൻസ് എന്ന് പറയുന്ന ടൂർ എല്ലാ മാസവും 2-3 ടൂറുകൾ വിദേശ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നയാളാണ്. അവിടെ ഞാൻ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് ആളുകളെ കൊണ്ടുപോകുമ്പോൾ ടൂർ അനൗൺസ് ചെയ്യുന്നത് തന്നെ ഒരു ഐറ്റിനറി ആയിട്ടാണ്. ഓരോ ദിവസവും എന്തൊക്കെ കാഴ്ച കാണും, ആ കാഴ്ചയിൽ ഒരെണ്ണം കുറയുകയുമില്ല, ഒരെണ്ണം കൂടുകയില്ല. കൂടാൻ സമയമില്ല. കാരണം ഇതിന് കൃത്യമായ പൈസ വാങ്ങിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. അവിടെ ഫെസിലിറ്റികൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, റോഡ് ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്ന കമ്പനിക്ക് ഞാൻ കൊടുത്തിരിക്കുന്ന ഐറ്റിനറി ഇത് തന്നെയാണ്. അവർ അതിൽ 1 കിലോമീറ്റർ പോലും കൂടുതൽ ഓടുകയില്ല, കുറച്ച് ഓടുകയില്ല. അപ്പൊ ഇതെല്ലാം പ്രൊഫഷണൽ സിസ്റ്റമാണ് ടൂറിസം എന്ന് പറയുന്നത്. നമ്മൾ നാട്ടുംപുറത്തിരുന്ന് ചിന്തിച്ച് നമ്മളിവിടെ ഒരു ബോർഡ് വെച്ചാൽ കുറെ പേര് ഇങ്ങനെ കയറി വരുമെന്ന് വിചാരിച്ച് അമച്വറായിട്ട് ഒരു ടൂറിസം പദ്ധതി പ്ലാൻ ചെയ്താൽ നാട്ടിൽ ഈ പറഞ്ഞ നാട്ടുകാരായ കുറച്ച് പേര് വന്നിറങ്ങിപ്പോകും എന്നുള്ളതല്ലാതെ വലിയ സാധ്യതയുള്ള ഒരു ടൂറിസത്തിന്റെ ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ കസ്റ്റമേഴ്സിനെ കിട്ടില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ആ മട്ടിൽ ശാസ്ത്രീയമായി ഇതിനെ സമീപിക്കണമെങ്കിൽ അതിന്റെ സിസ്റ്റങ്ങൾ നമ്മൾ ഫോളോ ചെയ്യണം. ഇന്റർനാഷണൽ ടൂറിസത്തിൽ ഇതുപോലെ തന്നെയാണ്. കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ആണ് ഇന്റർനാഷണൽ ഡെസ്റ്റിനേഷനുകളിൽ, ഇന്റർനാഷണൽ രാജ്യങ്ങളിൽ നമ്മളുടെ കേരളത്തിന്റെ ടൂറിസം പ്രോഡക്റ്റുകളെ അവതരിപ്പിക്കുന്നത്. അങ്ങനെ അവതരിപ്പിക്കുന്ന നിരവധി ട്രേഡ് ഫെയറുകളുണ്ട്, ടൂറിസം ഫെയറുകളുണ്ട്. ലണ്ടനിലുണ്ട്, അതുപോലെ തന്നെ പാരീസിലുണ്ട്, അതുപോലെ തന്നെ ജർമ്മനിയിലുണ്ട്, ദുബായിലുണ്ട്. ഇവിടെയൊക്കെ എല്ലാ വർഷവും നടക്കുന്ന ടൂറിസം ഫെയറുകളിൽ നമ്മുടെ കൗണ്ടറുകളിട്ട്, കേരള ടൂറിസത്തിന്റെ കൗണ്ടറുകളിട്ട് അവിടെ വരുന്നത് നാട്ടുകാരല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ടൂർ ഓപ്പറേറ്റേഴ്സാണ് ഇത്തരം സ്ഥലങ്ങളിൽ വരുന്നത്. അവരെ ഇങ്ങനെയൊരു ഡെസ്റ്റിനേഷൻ ഉണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ ബ്രോഷറുകൾ കൊടുത്ത് അവരുടെ അടുത്ത വർഷത്തെ ടൂറിൽ ഈ ഡെസ്റ്റിനേഷൻ കൂടെ ഉൾപ്പെടുത്തി കഴിയുമ്പോഴാണ് നമുക്ക് വിദേശ ടൂറിസ്റ്റുകളെ കിട്ടുക. ഇപ്പൊ കുമരകത്ത് അല്ലെങ്കിൽ വർക്കലെ അല്ലെങ്കിൽ മൂന്നാറില് ഒക്കെ വിദേശ ടൂറിസ്റ്റുകൾ വരുന്നുണ്ടെങ്കിൽ അവർ വരുന്നത് ഏതെങ്കിലും ഇത്തരം ടൂർ ഓപ്പറേറ്റേഴ്സ് വഴിയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോപ്പർട്ടികൾ വഴിയാണ്, അല്ലെങ്കിൽ ഒരു റിസോർട്ട് അല്ലെങ്കിൽ ഹോട്ടലുകൾ അവരെ ക്യാൻവാസ് ചെയ്ത് കൊണ്ടിരുന്നതാണ്. വെറുതെ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോകാമെന്ന് വിചാരിച്ചു വരുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണം വളരെ കുറവാണ്. അവരെ ബാക്ക് പാക്കർ ടൂറിസ്റ്റുകൾ എന്നാണ് വിളിക്കുക. ഇന്ത്യയുടെ വിസ ഉണ്ടെങ്കിൽ ഇന്ത്യ വന്ന് ഇറങ്ങിയിട്ട് ഇഷ്ടമുള്ളിടത്തേക്ക് അങ്ങ് പോകാമെന്ന് തീരുമാനിക്കുന്നത് വെറും 10-12% മാത്രമാണ് ഇപ്പോഴും. ബാക്കി 90% ആളുകളും നേരത്തെ തന്നെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഓരോ ദിവസം എവിടെ താമസിക്കണമെന്ന് തീരുമാനിച്ച്, ഓരോ ദിവസം എന്ത് കാഴ്ച കാണണമെന്ന് തീരുമാനിച്ച് വരുന്നവരാണ്. അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ ഒരു പ്രദേശത്തെ ഒരുക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളും കൂടെ നമ്മൾ മനസ്സിൽ വെച്ച് വേണം പ്ലാൻ ചെയ്യാൻ. അതല്ലാതെ നാട്ടിലൊരു ചായക്കട തുടങ്ങുന്നത് പോലെ ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ തുടങ്ങിയാൽ മുമ്പേ പറഞ്ഞ പ്രശ്നത്തിലേക്ക് പോകും. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നിരവധി പ്രോജക്റ്റുകളുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, കാർഷിക മേഖലയുടെ ഒരു പ്രദേശമാണിത്. ഈ കാർഷിക മേഖലയെ ഊന്നിക്കൊണ്ടുള്ള നിരവധി ടൂറിസം ആക്ടിവിറ്റികളുണ്ട്. തീർച്ചയായിട്ടും ടൂറിസത്തിന് വേണ്ടി ടൂറിസത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായ ആളുകളുടെ ഒരു ഇനീഷ്യേറ്റീവ് ഇവിടെ ഉണ്ടായി കഴിയുമ്പോൾ, അതിന് മുന്നിട്ട് വരുന്ന ആളുകളുടെ ഒരു ഗ്രൂപ്പ് രൂപപ്പെട്ട് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി ടൂറിസത്തിന് ഇത്തരത്തിൽ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന നിരവധി ആക്ടിവിറ്റികളുടെ ഒരു വർക്ക്ഷോപ്പ് തന്നെ 1, 2, 3 ദിവസത്തെ വർക്ക്ഷോപ്പുകൾ തന്നെ നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ എന്തൊക്കെ ടൂറിസം ആക്ടിവിറ്റികളാണ് നമുക്ക് ഇവിടെ ചെയ്യാൻ കഴിയുന്നത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രാമങ്ങളിലേക്കുള്ള യാത്രകൾ, നിരവധി അരുവികളും നദികളും ഒക്കെ ഉള്ളിടത്ത് നമുക്ക് എവിടെയൊക്കെയാണ് ബാംബു റാഫ്റ്റിംഗ് അല്ലെങ്കിൽ കയാക്കിങ് അല്ലെങ്കിൽ കാനോയിങ് ഒക്കെ പോലുള്ള പരിപാടികൾ ചെയ്യാൻ പറ്റുന്നത്? എന്തിനേറെ കുട്ടവഞ്ചി പോലുള്ള ഫെസിലിറ്റികൾ കൊണ്ട് പോലും നമുക്ക് ഇവിടെ ആളുകളെ ആകർഷിക്കാൻ കഴിയും. ഈ കുട്ടവഞ്ചികൾ എന്ന് പറയുന്നത് നമ്മുടെ അടവിയിലെ കുട്ടവഞ്ചി പോലെയല്ല,
ഞാൻ ഈ ദനാങ്ങിൽ തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. മനുഷ്യർക്ക് സുഖമായിട്ട് കയറുകയും ഒരു കസേരയിൽ ഇരിക്കുന്ന പോലെ ഇരിക്കുകയും ചെയ്യാവുന്ന കുട്ടവഞ്ചികളുണ്ട്. നമ്മുടെ ഇവിടുത്തെ പല കുട്ടവഞ്ചികളും ചമ്രം പടിഞ്ഞ് നിലത്തിരിക്കണം. പ്രായമായവർക്ക് അതിനകത്തുനിന്ന് ഇരുന്നിട്ട് ഏക്കണമെങ്കിൽ വലിയ പണിയാണ്. അതിന് ആ കൊട്ടക്കകത്തിരുന്നാൽ നമുക്ക് കാഴ്ചയും കാണാൻ കഴിയില്ല. അപ്പം ആധുനികമായി ലോകത്ത് നിരവധി സംവിധാനങ്ങൾ പുതിയ കാലഘട്ടത്തിന് അനുസൃതമായി രൂപപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ ഇങ്ങോട്ട് അഡോപ്റ്റ് ചെയ്യണം. ഹൗസ് ബോട്ട് വന്നതുപോലെ തന്നെ ഇത്തരത്തിലുള്ള നിരവധി പുതിയ ടെക്നിക്കുകൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. വലിയ റിസോർട്ടുകളോ വലിയ പ്രോജക്റ്റുകളോ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയാത്തവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടവഞ്ചി ടൂറിസം, അല്ലെങ്കിൽ കാനോയിങ് ടൂറിസം, അല്ലെങ്കിൽ ബാംബു റാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ മുള കൊണ്ടുള്ള ചങ്ങാടം ഉണ്ടാക്കി അതിൽ ആളുകളെ ഒരു നദിയിലൂടെ കുറെ കിലോമീറ്ററുകൾ കൊണ്ടുപോവുകയും അതിന്റെ ഓരങ്ങളിലെ കാഴ്ചകളും ചരിത്രവും സംസ്കാരവും ഒക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ഒരു 1-2 മണിക്കൂർ നീളുന്ന ഒരു ടൂറാണിത്. അതിലും ഈ പറഞ്ഞതുപോലെ തന്നെ 50-100 ഒക്കെ ഡോളറിന്റെ വരുമാനം പെർ ഹെഡ് സാധ്യതയുള്ള ടൂറുകളാണ്. അപ്പോൾ അത്തരത്തിൽ ആളുകളെ കിട്ടണമെങ്കിൽ ഈ ഡോളറിൽ നമുക്ക് കിട്ടുകയും കൂടിയ തുക നമുക്ക് വരുമാനം കിട്ടുകയും ചെയ്യണമെങ്കിൽ തീർച്ചയായും പ്രാദേശിക ടൂറിസ്റ്റുകളെ വിട്ട് വിദേശ ടൂറിസ്റ്റുകളോ അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ടൂറിസ്റ്റുകളെ നമ്മൾ ആശ്രയിക്കേണ്ടി വരും. അവരാണ് കൂടുതൽ പണം സ്പെൻഡ് ചെയ്യുന്നത്. ഇത്ര അകലേക്ക് യാത്ര ചെയ്ത് വരാൻ മനസ്സുള്ള ഒരാൾ വന്ന സ്ഥലത്ത് പണം മുടക്കാനും തയ്യാറുള്ളവനായിരിക്കും. നമ്മുടെ ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളുടെ ഒരു പ്രശ്നം, അവർ ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ എങ്ങനെ യാത്ര ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. ഒരു ടൂറിസം സംരംഭം ആരംഭിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പൈസ മുടക്കാത്ത ഒരാളെ എന്റർടൈൻ ചെയ്ത് അവർക്ക് വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കുന്നതല്ല പ്രായോഗിക ബുദ്ധി. ഏറ്റവും പണം മുടക്കാൻ തയ്യാറുള്ളവരെ ട്രീറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഇതേ സമയം തന്നെ മതി, ഇതേ ഫെസിലിറ്റി തന്നെ മതി, ഇതേ എഫേർട്ട് തന്നെ മതി. അപ്പൊ ഇത് ഏത് വേണമെന്ന് നമ്മൾ തീരുമാനിക്കണം. അപ്പൊ നമ്മുടെ ഒരു ഡെസ്റ്റിനേഷനെ ഒരു പ്രീമിയം ഡെസ്റ്റിനേഷനാക്കി വളർത്താൻ ആദ്യം തന്നെ പദ്ധതി ഇട്ടാൽ പ്രവർത്തിക്കുന്നവർക്ക് അതിന്റെ ഗുണം കിട്ടും. ഇല്ലെങ്കിൽ പണിയെടുക്കാമെന്നുള്ളതല്ലാതെ വലിയ ഗുണം മിച്ചം ഉണ്ടാവില്ല. അത് നമ്മൾ മനസ്സിൽ കാണേണ്ട ഒരു കാര്യമാണ്. അപ്പൊ നിരവധിയായ ഇത്തരം ടൂറിസം ആക്ടിവിറ്റികൾ ഞാൻ പ്ലാനിംഗ് ബോർഡിൽ ടൂറിസം ഇടനാട് മലനാട് ഉൾപ്പെടുന്ന പ്രദേശങ്ങൾക്ക് പറ്റുന്ന ടൂറിസം പ്രോജക്റ്റുകളുടെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഉണ്ട്, അതിനുള്ള പദ്ധതികൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത് 10, 40, 50 പ്രോജക്റ്റുകൾ നമുക്ക് ഇതുവരെ ഇല്ലാത്തത് നമുക്ക് ഇവിടെ നടപ്പാക്കാവുന്നതുണ്ട്. അതിലേക്കൊക്കെ നമുക്ക് അടുത്തൊരു ഘട്ടത്തിൽ, ഞാൻ പറഞ്ഞത്, ഈ ടൂറിസം പ്രോജക്റ്റുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി വരുന്ന ഒരു ഗ്രൂപ്പ് ഫോം ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ഒരു സെക്കൻഡറി ഡിസ്കഷനായി നമുക്ക് അത് കൊണ്ടുവരാൻ പറ്റും. അതിലേക്ക് നമുക്ക് വിശദമായ ചർച്ചകൾ നടത്താൻ കഴിയും. അപ്പൊ ഞാൻ ഒരാമുഖമാണ് ഈ പറഞ്ഞത്. എങ്ങനെയായിരിക്കണം ഒരു ഇന്റർനാഷണൽ ടൂറിസം ഡെസ്റ്റിനേഷനെ രൂപപ്പെടുത്തേണ്ടത്, അതിന് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട സങ്കല്പം എങ്ങനെയായിരിക്കണം, അതിന്റെ മാസ്റ്റർ പ്ലാൻ എങ്ങനെയാണ് രൂപീകരിക്കേണ്ടത്. ഏറ്റവും വലിയൊരു സ്വപ്നം നമ്മൾ കാണാൻ ശ്രമിക്കണം. സ്വപ്നം കാണുമ്പോൾ തീർച്ചയായും നമുക്ക് ചില മാതൃകകൾ മനസ്സിൽ വേണ്ടേ? നമ്മൾ ബുള്ളറ്റ് ട്രെയിൻ കേരളത്തിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചാൽ ട്രെയിനിന്റെ എഞ്ചിൻ മുതൽ നമ്മളങ്ങ് ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചാൽ എങ്ങനെയുണ്ടാവും? പകരം 10-60-70 കൊല്ലമായിട്ട് ഈ ബുള്ളറ്റ് ട്രെയിൻ വിജയകരമായി നടത്തുന്ന ഒരു നാട്ടിലെ ടെക്നോളജിയും ട്രെയിനും ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എളുപ്പം അതല്ലേ? സമാനമായ ഭൂപ്രകൃതിയും കാലാവസ്ഥയുമുള്ള നാടുകൾ വിജയിപ്പിച്ച പ്രോജക്റ്റുകളെ അഡോപ്റ്റ് ചെയ്യുന്ന മട്ടിൽ ടൂറിസം പ്രദേശങ്ങളെ എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നുള്ളത് പഠിച്ചിട്ട് തന്നെ വേണം ഇത്തരം കാര്യങ്ങൾ ചെയ്യാനാണ് എൻ്റെ അഭിപ്രായം. ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു 50 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 50,000 മുടക്കി ഇത്തരത്തിൽ വിജയിച്ച ഒരു പ്രോജക്റ്റ് കാണാനുള്ളത് കൂടെ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ഭാഗമായി കണ്ടുകൊണ്ട് യാത്ര ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. 50 ലക്ഷം രൂപ മുടക്കാൻ, ടൂറിസത്തിൽ മുടക്കാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്ന ഒരാൾ ഒരു 50,000 രൂപയോ 1 ലക്ഷം രൂപയോ മുടക്കി നടത്താൻ പോകുന്ന ഒരു പ്രോജക്റ്റ് വിജയിപ്പിച്ച ഒരാളുടെ പ്രോജക്റ്റ് പോയി കാണണം. അതിന്റെ പ്രശ്നങ്ങൾ അവരിൽ നിന്ന് ചോദിച്ച് പഠിക്കണം. അതെങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കണം. നമ്മൾ സങ്കല്പിക്കുന്നതിന് അപ്പുറമുള്ള സാധ്യതകളെ കുറിച്ച് മനസ്സിലാക്കണം. അങ്ങനെയാണ് ഇന്നത്തെ കാലത്തെല്ലാം വിജയിക്കുന്നത്. ഈ ബാനാ ഹിൽസ് എന്ന് പറയുന്ന വിയറ്റ്നാമിലെ ഈ മലമുകള് അവർ കണ്ടുപിടിച്ചത് വേറൊന്നാണ്. മലേഷ്യയിലെ ജെൻഡിങ് ഹൈലാൻഡിൽ നിന്ന് അവർ കുറെ ആശയങ്ങൾ എടുത്തിട്ടുണ്ട്. യൂറോപ്പിലെ പല മലപർവ്വത നിലകളിലെ ഇത്തരം എന്റർടൈൻമെന്റ് സിറ്റികളിൽ നിന്ന് അവർ ആശയം എടുത്തിട്ടുണ്ട്. അപ്പൊ ഇവരെല്ലാം മറ്റൊരിടത്തു നിന്ന് എടുക്കുന്ന ആശയങ്ങളെ ഫൈൻ ട്യൂൺ ചെയ്താണ് ഇത്തരത്തിൽ വളർത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഒരു സംശയവുമില്ലാതെ ഒരു 148 രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച, ലോകത്ത് ടൂറിസം ഏറ്റവും വളർന്ന എല്ലാ നാട്ടിലും സഞ്ചരിച്ച അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നു, വലിയ സാധ്യതകളുള്ളൊരു പ്രദേശമാണിത്. ധൈര്യപൂർവ്വം ഇൻവെസ്റ്റ് ചെയ്യാവുന്നൊരു പ്രദേശമാണ്. പക്ഷേ പഠിച്ചിട്ട് ശാസ്ത്രീയമായി, പ്രൊഫഷണലായി, ഫ്യൂച്ചറിസ്റ്റിക്കായി അത് ചെയ്യണം. ഇല്ലെങ്കിൽ 3 കൊല്ലം കൊണ്ട് അത് ദയനീയ പരാജയമായി മാറുകയും ചെയ്യും. അപ്പൊ നമ്മൾ ആലോചിച്ച് ചെയ്യണം. വലിയ സാധ്യതകളുണ്ട്, അതിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. തീർച്ചയായിട്ടും ഇത് ഒരു തുടക്കം മാത്രമാണ്. നമുക്കറിയാം, മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു മുന്നേറ്റത്തിന്റെ ഭാഗമായി എല്ലാ തരത്തിലുള്ള പിന്തുണയും സപ്പോർട്ടും സാന്നിധ്യവുമായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് ഞാൻ പറയുന്നു.
കൂടാതെ എന്തെങ്കിലും കാര്യങ്ങൾ ഇതുമായി സംബന്ധിച്ച് നമുക്ക് ഇന്ററാക്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാനോ മറ്റോ ഉണ്ടെങ്കിൽ ചോദിക്കാം. കുറച്ച് സമയം കൂടി നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച് സർ. Again, ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാണ്, ഐ എം കൺസിഡറിങ് ഇറ്റ് ഈസ് മൈ ഗ്രേറ്റ് പ്രിവിലേജ് ടു ഷെയർ എ സ്റ്റേജ് വിത്ത് ഹിം. അദ്ദേഹത്തിൻ്റെ കൂടെ ഈ ഒരു സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റിയത് തന്നെ വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് അടുത്തത്, മലയോര മേഖലകളിലെ കാർഷിക സംരംഭത്തിനുള്ള സാധ്യതകൾ സംവദിക്കുന്നതിനായിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് വെൽക്കം ചെയ്യാൻ പോകുന്നത്. ബിഫോർ ദാറ്റ് നമുക്ക് ഈ ഒരു റൈസിംഗ് പൂഞ്ഞാർ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് 2025 ഒരു സ്നേഹോപഹാരം ബഹുമാനപ്പെട്ട സന്തോഷ് ജോർജ് കുളങ്ങര സാറിന് നമ്മുടെ സെബാസ്റ്റ്യൻ സാറ് കൈമാറാണ്. നല്ലൊരു ഗംഭീരമായിട്ടുള്ള കയ്യടി കൊടുക്കാം. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ ഫോർ ബീയിങ് ഹിയർ. തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഇന്നത്തെ ഒരു ദിവസം ഇവിടെ വന്ന് ഞങ്ങളുടെ കൂടെ സമയം ചെലവഴിച്ചതിൽ ഒരുപാട് നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്.